റെയിൻ ഓഫ് ടെറർ 1793 സെപ്റ്റംബറിന് 1794 ജൂലൈ മാസത്തിന് ഇടയിലുള്ള കാലഘട്ടത്തെയാണ് റെയിൻ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായിരുന്നു ഇത്. സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യ എന്നീ ആശയങ്ങളിൽ അധിഷ്ഠിതമായ ഫ്രഞ്ച് റവല്യൂഷൻ കുറച്ചു നാളുകൾക്ക് ശേഷം ഇതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവന്നത്. തേർഡ് എസ്റ്റേറ്റാണ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതെങ്കിൽ അവർക്കിടയിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു: മിഡിൽ ക്ലാസ്സുകാരും ലോവർ ക്ലാസ്സുകാരും. വിദ്യാസമ്പന്നരായ ആളുകളായിരുന്നു മിഡിൽ ക്ലാസ്സിലുണ്ടായിരുന്നത്. എല്ലാ അധികാരങ്ങളും ഇവർക്കായിരുന്നു. ലോവർ ക്ലാസ്സുകാർ സംതൃപ്തരായിരുന്നില്ല. ഇവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നില്ല. അവരുടെ പട്ടിണിയും ദാരിദ്ര്യവും മാറിയിരുന്നില്ല. ലോവർ ക്ലാസ്സുകാരുടെ ഇടയിൽ റാഡിക്കലായിട്ടുള്ള ചില ഗ്രൂപ്പുകൾ ഉദയം ചെയ്തു. അവരാണ് ജാക്കോബിൻസ് ആൻഡ് ജിറോഡിറ്റ്സ്. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറണം എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ജനങ്ങൾക്കെല്ലാം തുല്യത വേണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. ഇതിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടി. 1792 ഇലക്ഷനിൽ റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകൾ അധികാരത്തിൽ വന്നു. പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. ആർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി. ധാരാളം പരിഷ്കാരങ്ങൾ ഇവർ കൊണ്ടുവന്നു. ഓസ്ട്രിയ ഈ സമയത്താണ് ഫ്രാൻസിനെ ആക്രമിക്കുന്നത്. ലൂയി 16 ഭാര്യ ഇതിന് മൗനസമ്മതം കൊടുക്കുന്നു. ഓസ്ട്രിയ വിപ്ലവകാരികളെ അടിച്ചമർത്തിയാൽ വീണ്ടും അധികാരത്തിൽ വരാമെന്ന് ലൂയി 16 വിചാരിക്കുന്നു. രാജാവിനെയും രാജ്ഞിയെയും വിപ്ലവകാരികൾ തടവിലാക്കുന്നു, തുറുങ്കിലടയ്ക്കുന്നു. അങ്ങനെ രാജഭരണം നിർത്തലാക്കുന്നു. അങ്ങനെ മൊണാർക്കി അബോളിഷ് ചെയ്തു. 1792 ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറുന്നു. രാജാവിനെയും രാജ്ഞിയെയും വധിക്കുന്നു. ജാക്കോബിൻ ലീഡറായ മാക്സിമിലിയൻ റോബസ്ഫിയർ ഉന്നത സ്ഥാനത്തേക്ക് വരുന്നു. കംപ്ലീറ്റ് റവല്യൂഷൻ ആഹ്വാനം ചെയ്യുന്നു. ഗില്ലറ്റിൻ ഉപയോഗിച്ച് ഈ വർഷം അവർ 20,000 ആളുകളെ കൊന്നൊടുക്കുന്നു. അതുകൊണ്ടാണ് 1793 1794 ഇടയിലുള്ള കാലഘട്ടത്തെ റെയിൻ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരെങ്കിലും തങ്ങൾക്കെതിരെയോ തങ്ങളുടെ ഐഡിയാസിനെതിരെയോ ശബ്ദിച്ചാൽ അവരെ കൊന്നൊടുക്കുന്ന പ്രവണതയാണ് ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് വിചാരണ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് നിർത്തലാക്കി. റോബോസ്ഫിയറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ റെയിൻ ഓഫ് ടെറർ അവസാനിക്കുന്നു. ഫ്രാൻസിലൊരു പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്നു. ഇതാണ് ഡയറക്ടറി സിസ്റ്റം.